ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വഴുതനം പറിക്കാൻ വേണ്ടി പോയതാണ്. വഴുതന നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഫുഡിങ്ങിന് നമുക്ക് കത്തിരിക്ക ഇല്ല, അങ്ങനെ ഒന്ന് 2, 5, 6 ഒന്ന് അടക്കാൻ വേണ്ടി ഒന്ന് പോയതാണ്. കത്തിരിക്ക എന്താണത് വഴുതനം കണ്ടു കേട്ടോ. അത് നോക്കി അടത്തിലേക്ക് കയ്യിൽ മുള്ള് പണി തരും, കാരണം മുള്ളുള്ള സാധനമാണ്. കത്തിയിട്ട് വെട്ടാൻ നോക്കിയപ്പോൾ കത്തിയിട്ട് വെട്ടാൻ എനിക്ക് അത്ര പറ്റുന്നില്ല. സാധാരണ നമുക്ക് കരിക്കും കൊല തിരിക്കെടുക്കും പോലെയാണ് പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ കത്തിയുടെ ഉപയോഗം കഴിഞ്ഞ് കൈ കൊണ്ട് അടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ഇവിടുത്തെ പച്ചക്കറി സീസണൊക്കെ ഒന്ന് കഴിഞ്ഞ്, ചൂട് സ്റ്റാർട്ടിങ് അല്ലേ. ഇപ്പോഴിപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഈ വഴുതല മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കൃഷി ഐറ്റംസൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് ഈത്തപ്പനയുടെ ഈ സീസണാണ് കേട്ടോ. ഞാനിവിടെ കത്തിരിക്ക അടക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പൂച്ചകളും ബാക്കിൽ നിന്ന് വന്നു കേട്ടോ. എനിക്ക് എസ്കാർഡായിട്ട് പൂച്ചകളൊക്കെ ഗ്രൗണ്ടിൽ നിൽപ്പുണ്ട് പച്ചക്കറി തോട്ടത്തിൽ. കുറേ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയോടെ കഴിഞ്ഞാൽ ഈ സീസൺ കൂടെ കഴിയും. ഇത്തവണ തന്നെ ഒരുപാട് വഴുതല നമുക്ക് കിട്ടിയത് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചേ കിട്ടത്തുള്ളൂ. ശരിക്കും മുള്ളുണ്ട് കേട്ടോ. നമ്മൾ നോക്കി അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് കയ്യിൽ പണി കിട്ടും. പിന്നെ ഇതിൻ്റെ സീസൺ കഴിഞ്ഞാൽ അടുത്തിനി ഈത്തപ്പനയുടെ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മാംഗോയുടെ ആണ്. അങ്ങനെ ഓരോരോ സീസണിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓരോ വർഷത്തിൽ കൃഷി ഒരു വർഷത്തിലൊരിക്കേ ഉള്ളൂ. കുറച്ച് തക്കാളിയൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. തക്കാളിയൊക്കെ ഏകദേശമൊക്കെ അടത്ത് കഴിഞ്ഞു. ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴയത്തൊക്കെ ഒരുപാട് വെള്ളത്തിലൊക്കെ കിടന്ന് മുങ്ങി. നോക്കിയാണ് പൂച്ച നോക്കിയാണ് കേട്ടോ, കൂടെ വന്നതാ. ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട്. പൂച്ചകളെന്ന് വെച്ചാൽ ഇവിടെ ആവശ്യം പോലെ ഉണ്ട്, എല്ലാം ഇവിടെ വളർത്തുന്നതാണ്. നമ്മൾ കൂടെ പോയാൽ ബാക്കിൽ നിന്ന് വരും. ഇവിടെ കുറച്ച് സ്ട്രോബെറിയുടെ തൈ ഉണ്ട് കേട്ടോ. സ്ട്രോബെറി എന്ന് വെച്ചാൽ തൈയല്ല, വലിയ മരമാണ്. അതിലും കുറച്ച് പറിക്കാനായിട്ട് പോവുകയുണ്ട് കേട്ടോ. സ്ട്രോബെറി അല്ല, സോറി, ബർബറിയാണ് കേട്ടോ. ബർബറി അത് നേരത്തെ ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല മധുരമാണ് കേട്ടോ കഴിക്കാൻ. ഞാൻ ആവശ്യത്തിനൊക്കെ ഞാൻ ഇവിടെ നിന്ന് കുറേയൊക്കെ അടത്തുകൊണ്ട് പോകും. നിലത്തൊക്കെ ഒരുപാട് തൊഴിഞ്ഞ് കിടപ്പുണ്ട്. നമ്മുടെ അറബിയൊക്കെ ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ബർബറി. പണിക്കാർക്കൊക്കെ അത് ഇടയ്ക്കൊക്കെ വന്നൊക്കെ ഉള്ളിക്കൊണ്ടൊക്കെ പോകും. കേട്ടോ, വലിയ മരമാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് അത്തിപ്പഴ ചെടി. പിന്നെ ഇത് മാംഗോ ആണ്. മാംഗോയൊക്കെ ഒരുപാട് കാച്ചിപ്പുണ്ട്. തൈയാണ്, എന്നാലും നല്ല ആവശ്യത്തിന് കാച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ ചൂടിൽ കുറേയൊക്കെ തൊഴിഞ്ഞു പോകും. ഓക്കെ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി കിച്ചനിലോട്ട് പോകണ്ട. ഒരാളവിടെ കിടന്ന് തിത്ത കളിക്കുകയാണ്, തറയിൽ കിടന്ന് തറ മാന്തി കുളിക്കുകയാണ്. പൂച്ചക്ക് നല്ല സ്നേഹം. അങ്ങനെ നമ്മളിനി നേരെ അതേം കൊണ്ട് നമ്മൾ കിച്ചനിലോട്ട് പോകണം. ഒരാൾ കത്തിരി അടത്ത് വെച്ചിങ്ങനെ കാവലിരിക്കുകയാണ്. കത്തിരിക്കാൻ അടുത്ത് ഒരാൾ കാവലിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യട്ടോ. ഇതാണ് നമ്മുടെ കൃഷി ഇന്നത്തേക്ക് വേണ്ടി അടുത്താണ് കേട്ടോ.